ജോൺ വിക്ക് ഒരു ഹിഡൻ അണ്ടർഗ്രൗണ്ട് സൊസൈറ്റി പോലെയാണെങ്കിൽ ഇതൊരു വില്ലേജ് തന്നെയായിട്ട് ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അന്ന ഡിമാസ് നല്ല ആക്ഷനാണ്. കൊറിയോഗ്രാഫിയും സെറ്റ് പീസസ് എല്ലാം അടിപൊളിയാണ്. നമ്മൾ ട്രെയിലറിലെ ഒരു ഫയർ സീക്വൻസ് ഉണ്ടല്ലോ, അത് വെച്ച് അതൊരു മുഴുനീളം സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സെറ്റ് പീസസും അതിൻ്റെ ആക്ഷനും എല്ലാം അടിപൊളിയാണ്. അന്ന ഡിമാസ് വന്ന പാത്ത് ഇൻഡസ്ട്രി വരുന്ന സമയത്ത് ആദ്യം ലാംഗ്വേജ് പ്രശ്നം പോലെ കൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആക്ഷൻ ആക്ട്രസ്. അതിന് സീക്വൽ പ്രതീക്ഷിക്കും. സീക്വല് ഉണ്ടാവും. കാരണം ഇതിൽ കുറച്ച് അൺടോൾഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യും. കാരണം എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ. എന്തായാലും സീക്വൽ അല്ലെങ്കിൽ സ്പിൻ ഓഫ് വേറെ എന്തെങ്കിലും മിക്സ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ഒക്കെ കാര്യങ്ങൾ. ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പടമാണ്. ആക്ച്വലി ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതാണ്. എല്ലാവരും മസ്റ്റായിട്ട് കാണണം. കൊള്ളാം. നല്ല ആക്ഷൻ സീക്വൻസിന് പറ്റിയ ഒരു ആക്ട്രസ് ആണ് അന്ന ഡിമാസ്. കൊള്ളാം. കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ജോൺ വിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഇട്ട് കൊടുത്തിട്ടില്ല അവര്. പക്ഷെ ആക്ഷൻ സെറ്റ് പീസ് വെച്ച് ഒന്നും പറയില്ല. സൂപ്പർ. ജോൺ വിക്കിന്റെ ആ ലെവൽ വരുന്നുണ്ടോ? ഞാൻ പറയില്ല, അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം ജോൺ വിക്ക് എന്ന് പറയുന്ന അയാൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പും ഇതിൽ വരയ്ക്കുന്ന സെറ്റപ്പും വ്യത്യാസമാണ്. ജോൺ വിക്ക് അസാസിനും ഇവരൊരു ഒരു പ്രൊട്ടക്ടർ ക്ലാൻ പോലെയാണ്. അപ്പൊ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ജോൺ വിക്ക് ആ ജോൺ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും വേഗം പറഞ്ഞ പടം. വേറെ ഇനി സ്പിൻ ഓഫ് വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ചിലപ്പോൾ സീക്വൽ വരാൻ ചിലപ്പോഴേ വരാൻ ചാൻസ്. ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജോൺ വിക്ക് പോലെ ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണല്ലോ. അപ്പം അല്ല, മൊത്തം ആക്ഷനും കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. സൂപ്പറായിരുന്നു. എടുത്തു വെച്ച രീതിയും ചില സീൻസ് ഒക്കെ നല്ല ഫുള്ളായിരുന്നു. അതിൽ വെച്ച് പറയുമ്പോൾ ഇതിലങ്ങനെ ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ആക്ഷൻ സീൻസും ആക്ഷൻ സീൻസ് എല്ലാം പക്ക അടിപൊളിയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇതിനേക്കാളും കൊള്ളാം. ആക്ഷൻ തന്നെയാണ്. എന്താ പറയാനാണ്, ഒരു പ്രിസൈസ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ല വൈൽഡായിട്ട് നല്ല എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഈ രണ്ടും ഒരേപോലെ ഉണ്ട്.